സാധാരണ ഒരു പ്രദേശത്തിന് മൊത്തമായി ഒരു പിൻകോഡായിരിക്കും ഉണ്ടാവുക. എന്നാൽ നമ്മുടെ രാജ്യത്ത് 2 പേർക്ക് സ്വന്തമായി പിൻകോഡ് ഉണ്ടെന്നതിനെക്കുറിച്ച് അറിയാമോ? ഇന്ത്യയിൽ സ്വന്തമായി തപാൽ പിൻകോഡുള്ള ആ 2 പേരാണ് ശബരിമല അയ്യപ്പനും ഇന്ത്യൻ പ്രസിഡന്റും. രാജ്യത്താകമാനം 1,54,500 പിൻകോഡുകൾ നിലവിലുണ്ട്. രാഷ്ട്രപതിയുടെ പിൻകോഡ് 110004 എന്നതാണ്. രാഷ്ട്രപതി ഭവൻ തപാൽ സബ് ഓഫീസാണിത്. ശബരിമല സന്നിധാനം തപാൽ ഓഫീസിന്റെ പിൻകോഡ് 689713 എന്നതാണ്. ഇപ്പോഴിതാ രാജ്യം ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ തയ്യാറെടുക്കുകയാണ്. സ്വന്തമായി തപാൽ പിൻകോഡുള്ള ഇന്ത്യയിലെ ആ 2 വ്യക്തികൾ നേരിൽ കണ്ടുമുട്ടുകയാണ് നാളെ. ആ ചരിത്ര നിമിഷത്തിന് നാളെ ശബരിമല സാക്ഷ്യം വഹിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ കേരളത്തിലെത്തുകയാണ്. ബുധനാഴ്ചയാണ് ശബരിമല ദർശനം നടത്തുക. നാളെ രാവിലെ ഹെലിപാഡിൽ നിലയ്ക്കലിലെത്തിയ ശേഷം റോഡ് മാർഗമായിരിക്കും പമ്പയിലേക്ക് പോവുക. ഉച്ചയോടെയായിരിക്കും രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം. അയ്യപ്പസ്വാമിയുടെയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെയും കണ്ടുമുട്ടൽ ഒരു അപൂർവ കാഴ്ചയാണ്. സ്വന്തമായി തപാൽ പിൻകോഡുള്ള 2 വ്യക്തികൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഒരു ചരിത്ര നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കുക. വർഷത്തിൽ 3 മാസം മാത്രമാണ് അയ്യപ്പസ്വാമിയുടെ പിൻകോഡും തപാൽ ഓഫീസും സജീവമായിരിക്കുക. ഉത്സവകാലം കഴിയുന്നതോടെ പിൻകോഡ് നിർജീവമാകും. മണ്ഡല മകരവിളക്ക് കാലത്തു മാത്രമാണ് ഓഫീസിന്റെ പ്രവർത്തനം. 18ാം പടിയും അയ്യപ്പ വിഗ്രഹവും ഉൾപ്പെടുന്നതാണ് ഇവിടുത്തെ തപാൽ മുദ്ര. രാജ്യത്ത് മറ്റൊരിടത്തും തപാൽ വകുപ്പ് ഇത്തരം വേറിട്ട തപാൽ മുദ്രകൾ ഉപയോഗിക്കുന്നില്ല. ഈ മുദ്ര ചാർത്തിയ കത്തുകൾ വീട്ടിലേക്കും പ്രിയപ്പെട്ടവർക്കും അയക്കാൻ നിരവധി തീർത്ഥാടകരാണ് നിത്യവും സന്നിധാനം തപാൽ ഓഫീസിലെത്തുന്നത്. ഉത്സവകാലം കഴിഞ്ഞാൽ ഈ തപാൽ മുദ്ര പത്തനംതിട്ട പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന്റെ ലോക്കറിലേക്ക് മാറ്റും. പിന്നെ അടുത്ത ഉത്സവകാലത്താണ് ഈ മുദ്ര പുറത്തു കൊണ്ടുവരിക. വിഷമങ്ങളും ആവലാതികളും നിറഞ്ഞ കത്തുകൾ, വീട്ടിലെ വിശേഷങ്ങളുടെ ആദ്യ ക്ഷണക്കത്തുകൾ തുടങ്ങി 1 വർഷം വായിച്ചാൽ തീരാത്തത്ര എഴുത്തുകളാണ് അയ്യപ്പന്റെ പേര് വെച്ച് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഭക്തർ അയക്കുന്നത്. ഈ കത്തുകൾ അയ്യപ്പന് മുൻപിൽ സമർപ്പിച്ച ശേഷം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറുകയാണ് പതിവ്.